ദാവീദിന്റെ പട്ടണത്തിൽ യേശുക്രിസ്തു എന്ന രക്ഷകൻ ജനിച്ചിരിക്കുന്നു. ഇതാണ് പുതിയ നിയമത്തിന്റെ സത്വാർത്ത. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, ഈ സത്വാർത്ത അറിയിക്കാൻ തുടങ്ങിയാൽ, ഈ സത്വാർത്ത അറിയിക്കാനുള്ള പരിശ്രമം നടത്തിയാൽ, എന്റെ സഹോദരങ്ങളെ, നമ്മുടെ പാപങ്ങൾ തുടച്ചു മാറ്റപ്പെടുമെന്ന് മാത്രമല്ല, മറിച്ച് നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടും. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ ആഗമനത്തിന് വേണ്ടി തന്നെ ഒരുക്കുന്നതിന്റെ ഒപ്പം തന്നെ എന്റെ സഹോദരങ്ങളെ, ശരിക്കും പറഞ്ഞു എത്രയോ ജനമാണ് തകർച്ചയെ കിടക്കുന്നത്, എത്രയോ ജനമാണ് അടിമത്തത്തിൽ കിടക്കുന്നത്, എത്രയോ ജനമാണ് പ്രതിസന്ധി കിടക്കുന്നത്. യേശുവിന്റെ നാമം അറിയാത്ത പതിനായിരങ്ങൾ നമ്മുടെ ചുറ്റും കിടക്കല്ലേ. നമ്മളായിരിക്കുന്ന ഓഫീസില്, നമ്മളായിരിക്കുന്ന ജോലി സ്ഥലത്ത്, നമ്മളായിരിക്കുന്ന സമസ്ത മേഖലകളിലും നമ്മളെ നിരന്തരമായി കണ്ടുമുട്ടുന്നവരെ തന്നെ, അവർ കോളേജ് കുട്ടികളിനകത്തുണ്ടാവും, പഠിക്കുന്ന സ്ഥലത്ത്, ജോലി ചെയ്യുന്ന സ്ഥലത്ത്. എന്റെ സഹോദരങ്ങളെ, ഇവർക്കെല്ലാം യേശുക്രിസ്തു വഴി വിടുതലുണ്ടെന്നുള്ളതും യേശുവിന്റെ നാമം രക്ഷ നൽകുമെന്നുള്ളതും അറിയിക്കാനൊരു വിളിയാണ് നമ്മുടെ വിളി എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യാം എന്റെ സഹോദരങ്ങളെ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞ യേശുവിന്റെ നാമം അറിഞ്ഞ ക്രൈസ്തവരുടെ ഇടയിൽ തന്നെ നമുക്ക് ചുറ്റുമുള്ളവരിൽ ഏതെങ്കിലും തരത്തിൽ അടിമത്തങ്ങളോ പ്രശ്നങ്ങളിലോ പ്രതിസന്ധികളിലോ കിടക്കുന്ന ആരെയെങ്കിലും ഒക്കെ യേശുവിൽ ചെന്ന് കൊണ്ടുവരണം. ചിലപ്പോൾ ധ്യാനത്തിന് പറഞ്ഞു വിടലായിരിക്കും, ചിലപ്പോൾ യൂട്യൂബിലൂടെ കേൾക്കുന്ന ഒരു ടോക്ക് എന്ന ലിങ്ക് ഒന്ന് അയച്ചു കൊടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യലായിരിക്കും. വഴി ഒരു 10,000 കണക്കിന് ആത്മാക്കളെ നേടിയാൽ എന്റെ സഹോദരൻ, ഈ പറഞ്ഞു വിട്ട ആ വ്യക്തിയുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുമല്ലേ. മാത്രം കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്റെ സഹോദരങ്ങളെ, നമ്മൾ ഇത്രയും കാലം ഈശോനെ അറിഞ്ഞിട്ട് ഈശോനെ അറിയാത്ത, മാമോദീസ സ്വീകരിക്കാത്ത, അല്ലെങ്കിൽ ക്രൈസ്തവനാകാത്ത ഒരാളോടെങ്കിലും യേശുവിനെ കുറിച്ച് പറയാൻ ഇത്രയും കാലമായിട്ട് സാധിച്ചിട്ടുണ്ടോ? ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട സഹോദരങ്ങളെ. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. വിജാതീയരും കൂടെ കർത്താവിനെ സ്വീകരിക്കാൻ, കർത്താവിന്റെ അടുക്കലേക്ക് വരികയും ചെയ്യണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യം. നമ്മുടെ ദേവാലയത്തിൽ ആ ഇടവക്കാര് മാത്രം വന്നാൽ വിളിച്ചിട്ട് നാനാജാതി മതസ്ഥര് യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയാൻ ഇടവരുത്തണം. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു പക്ഷേ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ വിജയിച്ചോ പരാജയപ്പെട്ടോ നോക്കരുത്. വിശുദ്ധ പൗലോസിനോട് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ചെയ്യുന്ന ഒരു പ്രവർത്തിയുടെ വിജയത്തിനല്ല ഞാൻ പ്രതിഫലം നൽകുന്നത്, മറിച്ച് നീ ആ ഒരു പ്രവർത്തി ചെയ്യാൻ വേണ്ടി നീ ചെയ്ത കഠിനാധ്വാനത്തിന്, പരിശ്രമത്തിനുമാണ് ഞാൻ വിജയം നൽകുന്നത്. അതുകൊണ്ട് യേശുവിനെ അറിയാത്ത ഒരാളെ അറിയിക്കാൻ നമ്മളൊരു പരിശ്രമം നടത്തി. ഒന്നും വേണ്ട, ഒരു സാക്ഷി അയച്ചു ഒന്ന് കേൾപ്പിച്ചു കൊടുത്ത മതി. ഹല്ലേലൂയ. അല്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയോട് നമ്മുടെ ജീവിതത്തിന്റെ അനുഭവം ഷെയർ ചെയ്തു. അല്ലേ, ഒരു അനുഭവം ഷെയർ ചെയ്തു, അതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത്, ചെറിയൊരു ടോക്ക് അയച്ചു കൊടുത്ത് മതി. ആ വ്യക്തി അതിലൂടെ ഒരു വിടുതൽ പ്രാപിച്ചാൽ കൃപയായില്ലേ എന്റെ സഹോദരങ്ങളെ.